ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മിറർ വിത്ത് സമീറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ്. പല മതഗ്രന്ഥങ്ങളിലും വളരെ പ്രാധാന്യത്തോടെ പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾക്കത് അറിയുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടെ ആഴത്തിൽ എത്ര പേർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയം ചോദിക്കുക. അതെ, ഫോർഗീവ്നെസ്, ക്ഷമിക്കുക എന്നും വിട്ടുകൊടുക്കുക എന്നും പുറത്തു കൊടുക്കുക എന്നും പറയുന്നു. അതേപറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഫോർഗിവ്നെസ്? ഒരാളോട് ക്ഷമിക്കുന്നത് ഞാൻ തോറ്റു പോകുന്നതിന് തുല്യമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് തെറ്റാണ് കേട്ടോ. അത് കുഞ്ഞുനാളിലേ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ ചിന്തയാണ്. യഥാർത്ഥത്തിൽ ഒരാളോട് ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, മറിച്ചോ നമ്മളെ മനസ്സിനെ തന്നെ സ്വതന്ത്രമാക്കാനുള്ള ശക്തമായ തീരുമാനമാണ്. ഫോർഗിവ്നെസ് എന്നത് നമ്മളെ വേദനിപ്പിച്ച ആളെ മറക്കുക എന്നല്ല, അവർ ചെയ്തത് ശരിയാണെന്ന് അംഗീകരിക്കലുമല്ല. പിന്നെ എന്താണ് റിയൽ ഫോർഗിവ്നെസ്? ഒരു ചോദ്യം ചോദിക്കട്ടെ. വിഷം കുടിച്ചത് നമ്മളാണ്, പക്ഷേ മരിക്കേണ്ടത് മറ്റൊരാളാണ് എന്ന് പ്രതീക്ഷിച്ചാൽ നടക്കുമോ? നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച വെറുപ്പും പകയും ദേഷ്യവും അതുപോലെയാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ മനസ്സിലാകും, ക്ഷമ എന്നത് ഭൂതകാലത്തെ മാറ്റാനുള്ള ശ്രമമല്ല എന്നും, മറിച്ച് നമ്മുടെ ഭാവി നഷ്ടപ്പെടാതിരിക്കാനുള്ള തീരുമാനമാണ് എന്നും. ക്ഷമിക്കുന്നത് മറക്കലല്ല, തെറ്റ് ന്യായീകരിക്കലല്ല, വീണ്ടും അതേ ആളെ വിശ്വസിക്കണമെന്നില്ല. അത് മനസ്സിന്റെ ഭാരം ഇറക്കി വെച്ച് സ്വയം സ്വതന്ത്രനാകുന്ന തീരുമാനമാണ്. എന്തുകൊണ്ട് മനുഷ്യർ ക്ഷമിക്കാറില്ല എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഈഗോ. എന്താണ് ഈഗോ? സിമ്പിളായി പറഞ്ഞാൽ, ഞാൻ മാത്രമാണ് ശരി, ഞാൻ ഒരിക്കലും താഴ്ന്നു കൊടുക്കില്ല, ആദ്യം അവർ ഇവിടെ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, സംസാരിക്കട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന മനോഭാവമാണ് ഈഗോ. ഈഗോയെ സെൽഫ് റെസ്പെക്റ്റ് ആയി അഥവാ ആത്മാഭിമാനം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം മൂല്യത്തെ തിരിച്ചറിയുക എന്നതാണ്. ഈഗോ ഒരിക്കലും സെൽഫ് റെസ്പെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഈഗോ എന്നത് സ്വന്തം അഹങ്കാരത്തെ എല്ലാത്തിനും മുകളിലായി വെക്കുക എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. 2, പ്രതികാരം ചെയ്യണമെന്ന അതിയായ ആഗ്രഹം. എന്തിന്? അതുകൊണ്ട് എന്ത് നേടുന്നു നമ്മൾ? 3, വീണ്ടും വേദനിക്കപ്പെടുമെന്ന് ഭയം. അവർ വീണ്ടും നമ്മളുടെ അടുത്ത് വന്ന് നമ്മളെ വേദനിപ്പിച്ചാലോ എന്ന് നമ്മൾ ഭയക്കുന്നു, അതുകൊണ്ട് അവരോട് ക്ഷമിക്കാതിരിക്കുന്നു. 4, അവർ ക്ഷമ അർഹിക്കുന്നില്ല എന്ന ക്രൂരമായ മനോഭാവം. ക്ഷമിക്കാതെ ജീവിക്കുന്ന ഓരോ നിമിഷവും അവരുടെ തെറ്റിന്റെ ശിക്ഷ നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നതെന്ന് ഓർക്കുക. ഇനി ക്ഷമിക്കാതെ പിടിച്ചു വെക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ സ്ട്രെസ്, ബ്ലഡ് പ്രഷർ, ഉറക്കം, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നീ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നു. പിന്നെ കുടുംബ ബന്ധങ്ങളിലും ജോലി സ്ഥലങ്ങളിലും എല്ലാം പ്രതികൂല സ്വാധീനം ഉണ്ടാക്കുന്നു. നമ്മുടെ മനസ്സ് പഴയ മുറിവുകൾ വീണ്ടും വീണ്ടും ഓടിക്കുന്ന ഒരു സിനിമാ തിയേറ്റർ പോലെ അലങ്കോലമാവുന്നു. ഫ്രണ്ട്സ്, ഫോർഗീവ്നെസ്സിന്റെ ശക്തി എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ മനസ്സമാധാനം ലഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാം ഉണ്ടായിട്ടും മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ വളരെ ഭീകരമാണ്. രണ്ടാമത്, സന്തോഷം വർദ്ധിക്കും. 3, ആത്മവിശ്വാസം വർദ്ധിക്കും. 4, ആരോഗ്യത്തിന് സ്വാധീനം ലഭിക്കും. 5, പുതിയ ബന്ധങ്ങൾ ആരോഗ്യകരമാക്കും. ഓർക്കുക, ഫോർഗിവ്നെസ് എന്നത് നമ്മളെ ഭൂതകാലത്തെ മാറ്റുന്ന ഒന്നല്ല, നമുക്കൊരു നല്ല ഭാവി ഉണ്ടാവാനുള്ള ഒരു ശ്രമമാണ്. ഫ്രണ്ട്സ്, എങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ പഠിക്കാമെന്ന് നോക്കാം. 1, വേദന അംഗീകരിക്കുക. അതായത് നമ്മൾ ഒരു ആകാശമായി മാറുക. കാർമേഘങ്ങൾ വരും പോവും, പക്ഷേ ഒരു ആകാശം പോലെ അത് നോക്കി നിന്നാൽ മാത്രം മതി. രണ്ടാമത്, എല്ലാവരും തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യരാണെന്ന് ഓർക്കുക. 3, ക്ഷമിക്കുന്നത് ഒരു ദിവസത്തെ തീരുമാനമല്ല, അത് ലൈഫ് ലോങ് പ്രോസസ്സാണ് കേട്ടോ. എന്നിട്ട് ദിവസവും മനസ്സിൽ പറയുക, ഈ ഭാരത്തിൽ നിന്ന് ഞാൻ ഇന്ന് സ്വതന്ത്രനാകുന്നു. ആവശ്യമെങ്കിൽ മാത്രം ആ വ്യക്തിയുമായി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, നിങ്ങൾ ഒന്ന് ഓർക്കുക, നമ്മളും മറ്റാരെങ്കിലും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ ക്ഷമ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും അത് ആവശ്യമായിട്ടുണ്ടാവില്ലേ? ജീവിതം വളരെ ചെറുതാണ്. വെറുപ്പുമായി ജീവിക്കാനല്ല, സ്നേഹത്തോടെ ജീവിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സ് പോലെ ജീവിക്കുക. കുട്ടികളെന്നാൽ പ്യുവർ സോളുകളാണ്. അവർക്ക് ഭയമില്ല, വിദ്വേഷമില്ല, പിണക്കമില്ല, പകയില്ല, ഒന്നുമില്ല.
പിന്നെ നമ്മളിത് പറയുന്നത് വേറൊരാളെ നന്നാക്കാമെന്നും വെറുതെ നമ്മൾ വ്യാമോഹിക്കേണ്ട. കാരണം ലോകത്ത് ഒരിക്കലും വേറൊരാളെ നന്നാക്കാനാവില്ല. ഒരിക്കലും ഒരാൾക്കും നന്നാക്കാൻ പറ്റില്ല വേറൊരാളെ. പക്ഷെ നമുക്ക് സ്വയം നന്നാക്കാനേ പറ്റൂ. നമ്മൾ നന്നാവുമ്പോൾ ഓട്ടോമാറ്റിക്കായി മറ്റുള്ളവരും നന്നാകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ആരെങ്കിലും നിങ്ങൾക്ക് തരുന്ന സമ്മാനമല്ല, മറിച്ച് നമുക്ക് തന്നെ കൊടുക്കുന്ന സമ്മാനമാണ് ഫോർഗിവ്നെസ്. ഫ്രണ്ട്സ്, മറ്റൊരാളുടെ ഫോർഗിവ്നെസ് എപ്പോഴാണ് പൂർണ്ണമാകുക എന്നറിയോ? ഇവിടെയാണ് നമുക്കെല്ലാവർക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയെ കാണുമ്പോഴോ ഓർക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ നമ്മുടെ മനസ്സിൽ ഒരിക്കലും അവരോട് പകയോ വിദ്വേഷമോ തോന്നില്ല. എപ്പോഴും സ്നേഹം മാത്രം. അപ്പോൾ മാത്രമാണ് മറ്റൊരാളോടുള്ള നമ്മളുടെ ഫൊർഗീവ്നെസ് പൂർണ്ണമാകുന്നത്. ഇനി ആ വ്യക്തിയെ പറ്റി വീണ്ടും വീണ്ടും നമ്മളുടെ മനസ്സിൽ തോന്നുമ്പോൾ ഇങ്ങനെ പറയുക: അന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എങ്കിലും എനിക്ക് വേണ്ടി, എൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ എന്നിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു, പുറത്തു തന്നിരിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് നല്ലത് വരാൻ പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിക്കുന്നു. ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു തുടങ്ങും. ആ മാജിക് നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു മാറ്റത്തിന് നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വരൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇറ്റ്സ് മീ സമീറ, മൈൻഡ് മിറർ വിത്ത് സമീറ. നിങ്ങളുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ ഇനിയും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.